ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. കുക്കറിൽ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ നമ്മൾ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ് അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ സവാള നീളത്തിൽ ഇതുപോലെ അരിഞ്ഞുകൂടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നമുക്ക് വേഗം വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 2-3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് എരിവുള്ള 1 സ്പൂൺ മുളക് പൊടിയും എരിവ് കുറഞ്ഞ നമ്മുടെ കാശ്മീരി ചില്ലി 1 സ്പൂണാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണോളം നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി 1/2 സ്പൂണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം. അതുവരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു തക്കാളി നമ്മൾ നീളത്തിൽ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്താണ് അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അങ്ങോട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം കൂടി നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3/4 കിലോ മട്ടനാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ്. ഇത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മട്ടൺ എല്ലാം തന്നെ ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ ഈ മസാലയൊക്കെ ഈ മട്ടണിൽ പിടിക്കാത്ത രീതിയിൽ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് മട്ടണിന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് കുക്കർ അടച്ച് വയ്ക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ മട്ടൺ നല്ലതുപോലെ വെന്ത് കിട്ടാനായിട്ട് ഒരു 5 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് ചിലപ്പോൾ ഇതിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഒരു 5 വിസിൽ നമ്മൾ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം കുക്കർ തുറക്കുകയാണ് കേട്ടോ. നമ്മുടെ മട്ടൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈസി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മട്ടൻ കറി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പത്തിൻ്റെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒപ്പമൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.